ജില്ലയിലെ പ്രഖ്യാപിത കായിക ശക്തികളെ മലർത്തിയടിച്ചാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ചാമ്പ്യൻ സ്കൂളായത്. കൃത്യമായ മാസ്റ്റർ പ്ലാനോടെ കഴിഞ്ഞ ചില വർഷങ്ങളായുള്ള പ്രവർത്തനങ്ങളാണ് ശ്രീകൃഷ്ണയെ ചാമ്പ്യൻ സ്കൂളാക്കി മാറ്റിയത്. ചാമ്പ്യൻ കിരീടം കുത്തകയാക്കി വെച്ചിരുന്ന വിദ്യാലയങ്ങളെ മറികടന്ന് ഒരിടവേളയ്ക്ക് ശേഷം കിരീടം വീണ്ടും കൈപ്പിടിയിൽ ഒതുക്കുവാൻ ശ്രീകൃഷ്ണയ്ക്ക് വേണ്ടി വന്നത് 20 വർഷമാണ്. ഇതിനു മുൻപ് ഈ നേട്ടം കൊയ്തത് 2005-ലായിരുന്നു. 4 വർഷം മുൻപ് കുന്നംകുളത്ത് നടന്ന ജില്ലാ കായികോത്സവത്തിലേക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ നിന്ന് കായികാധ്യാപകൻ KP ഷിജുവിന്റെ കൈപ്പിടിച്ചെത്തിയത് വിരലെണ്ണാവുന്നവർ മാത്രമായിരുന്നു. ഈ വർഷം 42 പേർ ജില്ലയിൽ മത്സരിക്കാനിറങ്ങി. ആദ്യ ദിവസം മുതൽ തന്നെ പോയിന്റ് പട്ടികയിൽ ശ്രീകൃഷ്ണ തന്നെയായിരുന്നു മുന്നിൽ. പങ്കെടുക്കുന്ന ഇനങ്ങൾ, എതിരാളികൾ എല്ലാം കൃത്യമായി പഠിച്ചാണ് ട്രാക്കിലും ഫീൽഡിലും ഇവർ മെഡലുകൾ കൊയ്തെടുത്തത്. കൂട്ടായ്മയുടെ ഈ വിജയത്തിന് പിന്നിൽ കഠിന പ്രയത്നമുണ്ട്. തളർന്നു പോയപ്പോഴും വീഴാതെ പിടിച്ചു നിർത്തിയ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ പ്രോത്സാഹനവുമുണ്ട്. കായികാധ്യാപകൻ KP ഷിജുവിന്റെ വാക്കുകളിലേക്ക്. ജില്ലയിലെ പ്രഖ്യാപിത കായിക ശക്തികളെ പോലും അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂൾ ഇത്തവണ റവന്യൂ ജില്ലാ കായിക മേളയിൽ നടത്തിയത്. വലിയ പ്രകടനം നടത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. കായികാധ്യാപകൻ നമ്മോടൊപ്പമുണ്ട്. PK ഷിജു ചോദിക്കാം, എത്ര പേരടങ്ങുന്ന സംഘമാണ് നിങ്ങൾ വന്നത്? ഞങ്ങൾ 42 കുട്ടികളാണ് നമ്മൾ സബ് ജില്ല കഴിഞ്ഞ് റവന്യൂ ജില്ലയിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ചാവക്കാട് സബ് ജില്ലയിൽ അവിടെ നമ്മൾ ഓവറോളായിരുന്നു. അതിനുശേഷം 42 കുട്ടികളാണ് നമ്മൾ വന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ മുതൽ ഞങ്ങൾ ഈ റവന്യൂ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഓവറോൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു, വളരെ ശാസ്ത്രീയമായി തന്നെ. ഇത്തവണ ഞങ്ങളുടെ കണക്കൂട്ടൽ വലിയ കാര്യമായിട്ട് തെറ്റിയില്ല. ഏകദേശം പ്രതീക്ഷ മെഡലുകളെല്ലാം ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പരിശീലനം സൗകര്യം അതൊക്കെ എങ്ങനെയാണ്? പിന്നെ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയാലും ചെയർമാനായാലും എല്ലാം, ദേവസ്വം മെമ്പേഴ്സുകളായാലും ഞങ്ങൾക്ക് കായിക വികസനത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള സഹകരണവും അതുപോലെ നല്ല സൗകര്യങ്ങൾ ഒരുക്കി തരാൻ അവർ മുന്നിൽ തന്നെ നിൽക്കാറുണ്ട് എപ്പോഴും. എങ്കിലും വൈകാതെ തന്നെ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂള് നല്ല രീതിയിൽ ഒരു പ്രകടനം സംസ്ഥാന രംഗത്തും വയ്ക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കുട്ടികളെ മത്സരത്തിനായി കണ്ടെത്തി കഴിഞ്ഞാൽ പരിശീലനം ആരംഭിക്കും. സ്കൂളിന്റെ മൈതാനവും 200 മീറ്റർ ട്രാക്കുമാണ് പരിശീലന സ്ഥലം. ആഴ്ചയിലൊരിക്കൽ ഓരോ കുട്ടിക്കും 50 രൂപ വീതം നൽകി കുന്നംകുളത്തെ സിന്തറ്റിക് ട്രാക്കിലെത്തിച്ച് പരിശീലനം ഒരുക്കും. 130 പേരാണ് സ്കൂളിൽ കായിക രംഗത്താകെയുള്ളത്. ത്രോയിലും ജംപ്സിലും ട്രാക്കിലും മികവുള്ളവർക്ക് വെവ്വേറെ പരിശീലനം നൽകുന്നുണ്ട്. 2 വർഷമായി CP ആൻഡോയും കുട്ടികളെ മത്സരങ്ങൾക്കായി തയ്യാറെടുക്കാൻ ഒപ്പമുണ്ട്. ടീമിപ്പോൾ 1.5 വർഷമായി നമ്മൾ ഈ ടീമിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പിന്നെ കുട്ടികൾ നല്ല റെസ്പോൺസാണ്. ലീവായിട്ടും അവർ വെക്കേഷനിലൊക്കെ ക്യാമ്പിന് വരാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ കുട്ടികൾ ഇനിയും നമ്മുടെ സ്കൂളിൽ വന്ന് ചേരാൻ സ്പോർട്സ് ചെയ്യാൻ താല്പര്യമായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് ഹോസ്റ്റലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ദൂരമാണ്. ദൂരത്ത് പോയി സ്കൂളിൽ വിട്ടിട്ട് ദൂരത്ത് വീട്ടിൽ പോകാനൊന്നും അവർക്ക് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അതൊരു സൗകര്യമുണ്ട്. ഇനിയും മുന്നോട്ട് പോകുവാൻ സ്പെഷ്യലൈസ് ചെയ്ത കായിക അധ്യാപകരുടെ സേവനവും ആലോചിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ TM ലത, പ്രധാനാധ്യാപിക ജൂലിയറ്റ് അപ്പുകുട്ടൻ, PTA പ്രസിഡന്റ് റൈനസ്, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ നൽകുന്ന പിന്തുണയാണ് ഇപ്പോൾ ശ്രീകൃഷ്ണയുടെ കരുത്ത്. കുട്ടികൾക്ക് താമസിച്ച് പഠിക്കുവാനും പരിശീലനത്തിനുമായൊരു ഹോസ്റ്റൽ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഇനി ഇവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. സ്കൂളിന്റെ ഈ ആവശ്യം ദേവസ്വം സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികളും അധ്യാപകരും PTA-യും ദേവസ്വം എല്ലാം ചേർന്ന് കൈകോർക്കുമ്പോൾ ശുഭസൂചകമായ കായിക പ്രകടനങ്ങളാണ് ഷിജുമാഷും കുട്ടികളും ഉറപ്പു നൽകുന്നത്. കൃത്യമായ മുന്നൊരുക്കത്തോടു കൂടി വന്നാണ് ശ്രീകൃഷ്ണ ഇത്തവണ ജില്ലാ കായികോത്സവത്തിൽ കിരീടം സ്വന്തമാക്കുന്നത്, ചാമ്പ്യൻ സ്കൂൾ പദവിയിലേക്ക് എത്തുന്നത്. ഈ നേട്ടം സംസ്ഥാന തലത്തിൽ വലിയ രീതിയിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ടീം ശ്രീകൃഷ്ണ. ക്യാമറമാൻ ശരത്തിനൊപ്പം PS ടോണി. എത്ര സ്വർണം നേടിയാലും അത് പോയിന്റ് നിലയിൽ വരില്ല എന്നതിൽ വിഷമമുള്ളവരുണ്ട്. കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും ചാമ്പ്യൻ സ്കൂളിനേക്കാൾ സ്വർണം നേടിയ കുന്നംകുളം സ്പോർട്സ് ഡിവിഷൻ തല ഉയർത്തി തന്നെയാണ് ട്രാക്ക് വിടുന്നത്.